എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒളിഗോ ഹൈഡ്രാമിനിയൂസ് പോളിഹൈഡ്രാമിനിയൂസിനെ കുറിച്ചാണ്. രണ്ട് ടോപ്പിക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് പറയുന്നത്. കാരണം ഇത് രണ്ടും കുറേ ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കാനായിട്ടും എളുപ്പമാണ്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തെ പുറന്നോട്ട് നമ്മൾ മിഡ്വൈഫറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സിനും ഡിഫറൻസ് ബിറ്റ്വീനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാൻ പറ്റും. കാരണം ഒരുപാട് പോയിന്റ്സ് എഴുതാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന രണ്ട് ടോപ്പിക്കാണ്. പിന്നെ വളരെ റെയർ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ പോളിഹൈഡ്രോമിനിയസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് എടുത്തത്. ഇത് 4th ഇയർ BSc സ്റ്റുഡൻസിനും 3rd ഇയർ GNM സ്റ്റുഡൻസിനും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഇൻക്രീസും ഡിക്രീസും ഇതാണ് നമ്മുടെ ഈ രണ്ട് ടോപ്പിക്ക്. അപ്പോൾ അമനിയോട്ടിക് ഫ്ലൂയിഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ മിഡ്വൈഫറി തുടങ്ങുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അമനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് എത്ര പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അമനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദറിൻ്റെ വൂമ്പിൽ കാണപ്പെടുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള കുറച്ച് കട്ടിയോടുകൂടി ചെറിയൊരു ജെല്ലി ഭാവത്തിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് അമനിയോട്ടിക് ഫ്ലൂയിഡ്. ഇത് ഫീറ്റസിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് മദറിൻ്റെ വൂമ്പിൽ, അതായത് ഈ ഒരു ബബിളിനകത്തൊരു കുഞ്ഞ് കിടക്കുന്ന കണക്കൊരു അതുപോലത്തെ ഒരു വെള്ളത്തിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത്. അപ്പം ഈ വെള്ളം ഈ അമനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങളെല്ലാവരും റീൽസിലും യൂട്യൂബ് വീഡിയോസിലും അല്ലെങ്കിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു കുഞ്ഞൊരു കുഷൻ്റെ അകത്ത് എത്രത്തോളം പ്രൊട്ടക്റ്റീവായിട്ട് കിടക്കുമോ അതുപോലെ തന്നെയാണ് ഈ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള യാതൊരു ഷോക്കോ അല്ലെങ്കിൽ കുഞ്ഞ് ഭയങ്കര മൂവ്മെൻ്റ് ആയിരിക്കും വൂമ്പിനകത്ത്. അപ്പം അതിൻ്റെ ചുറ്റും കഴുത്തിന് ചുറ്റും കോഡ് മുറുകി ഒരു കംപ്രഷൻ ഉണ്ടാവാതിരിക്കാനും ഫീറ്റസിന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനെല്ലാം ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 12 ആഴ്ച മുതൽ 36 ആഴ്ച വരെ കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ, റെസ്പിറേറ്ററി ഫംഗ്ഷൻ, കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ റെഗുലേഷൻ എല്ലാം നമ്മുടെ ഈ അമനിയോട്ടിക് ഫ്ലൂയിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഡിക്രീസോ അല്ലെങ്കിൽ ആ ലെവലിൽ ഇൻക്രീസോ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബേബീനെയും മദറിനെയും അതുപോലെ തന്നെ ഡ്യൂറിങ് ലേബർ ആൻഡ് പ്രഗ്നൻസി എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് കണ്ടീഷൻ്റെ അകത്തും നമ്മൾ പറയുന്നത്. ഒളിഗോഹൈഡ്രാമിനിയോസ്, അതായത് അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറവിൽ ബേബിയുടെ ജസ്റ്റേഷണൽ ഏജിനെക്കാട്ടിയും അമനിയോട്ടിക് ഫ്ലൂയിഡിൽ വരുന്ന കുറവിന് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒളിഗോഹൈഡ്രാമിനിയോസ് എന്ന് പറയുന്നത്. ഇത് എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിലും വരുന്ന ഒരു കണ്ടീഷൻ അല്ല. ഏകദേശം 4%, അതായത് നമ്മളൊരു 100 പേരെടുത്താൽ അതിലൊരു 4 പേർക്ക് മാത്രമേ ഈ ഒളിഗോഹൈഡ്രാമിനിയോസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ ഉള്ളപ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് സസ്പെക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒന്നിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ബേബിയിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഒളിഗോഹൈഡ്രാമിനിയോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു മദർ പ്രഗ്നൻ്റ് ആയിട്ട് അവരുടെ ലാസ്റ്റ് 3 months 7 to 10 monthsiനിടയ്ക്കായിരിക്കും ഒളിഗോഹൈഡ്രാമിനിയോസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിന് മുൻപ് വരെ വളരെ നോർമലായിട്ടായിരിക്കും ഇവരുടെ പ്രഗ്നൻസി പീരീഡും അതുപോലെ ബേബിയുടെ ഡെവലപ്മെൻറ്റ്. അപ്പം ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അന്ന് വരെ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് 7ാം മാസം എമർജൻസി ആയിട്ടൊരു സിസേറിയൻ ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവരുടെ കുറ്റമോ അല്ലെങ്കിൽ ബേബിയുടെ കുറ്റമോ അല്ല. കാരണം ഈ ഒരു കണ്ടീഷൻ നമുക്ക് 7 months മാത്രമേ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് 40 weeks കഴിഞ്ഞിട്ട്, അതായത് 10 മാസം കഴിഞ്ഞിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. മീൻസ് ഈ 10 മാസം കഴിഞ്ഞിട്ടും ഡെലിവർ ആവാത്ത, മീൻസ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഡെലിവർ ആവാത്ത വളരെ റെയർ ആയിട്ടുള്ള ചില കേസസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരിലും ഈ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ മീൻസ് ഒബ്വിയസ്ലി 30 weeks കഴിയുമ്പോഴത്തേക്ക് അമനിയോട്ടിക് ഫ്ലൂയിഡ് കുറയും. ഓക്കെ, അപ്പം ഈ 40 weeks കഴിഞ്ഞിട്ടും ഡെലിവറി നടക്കാതെ ഉള്ള ചില റെയർ കേസുകളിലും ഈ ലോ അമനിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് ഒളിഗോഹൈഡ്രാമിനിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഒളിഗോഹൈഡ്രാമിനിയോസിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ലെങ്കിൽ പോലും ഈ 2 മാർക്കിനൊരു ഡെഫിനിഷൻ ചോദിക്കുമ്പോഴത്തേക്ക് ലോ അമനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും 2 മാർക്ക് തരില്ല. അപ്പം മീൻസ് ഈ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒളിഗോഹൈഡ്രാമിനിയോസ് ഉണ്ടാവാനുള്ള കോസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ
ഈ ഒളിഗോഹൈഡ്രാമിനേസിൻ്റെ ചാൻസസിനെ കുറിച്ച് റൂൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസസിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ബേബിയുടെ ഇപ്പോൾ ഒളിഗോഹൈഡ്രാമിനേസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അണ്ടർലൈൻ കോസസ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബേബിയുടെ കിഡ്നീസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും കൺജനൈറ്റൽ അനോമലീസ് ഉണ്ടാവാം. കാരണം ഈ പറയുന്ന അമിനിയോട്ടിക് ഫ്ലൂയിഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് തന്നെയാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നതും അതിലോട്ട് തന്നെയാണ് ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെയാണ് എല്ലാ ബേബീസും യൂറിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം അവർ വൂമ്പിലായിരിക്കുമ്പോഴത്തേക്ക് ബേബീസ് അല്ലെങ്കിൽ ഫീക്കസ് പാസ് ചെയ്യില്ല. ഇൻ കേസ് ഇപ്പോൾ അവരത് പാസ് ചെയ്യുവാണെങ്കിൽ അത് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ടീഷൻ നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവർ യൂറിനേറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഫ്ലൂയിഡ് തന്നെയാണ് വീണ്ടും ശുദ്ധീകരിച്ചിട്ട് ഇവർ അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഇത് തന്നെയാണ് ഇവരുടെ ന്യൂട്രീഷനായിട്ടും ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു ഫ്ലൂയിഡ് തന്നെയാണ് ഇതിനകത്ത് അമ്മ കഴിക്കുന്ന ന്യൂട്രിയൻസ് ബേബിയിലോട്ട് ചെല്ലുന്നു, ഇവർ യൂറിനേറ്റ് ചെയ്യുന്നതും എല്ലാം അതിനകത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് വീണ്ടും ഒരു റീസൈക്കിൾ പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടിയുടെ കിഡ്നീസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർ വീണ്ടും തിരിച്ചത് എക്സ്ക്രീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസൻ്റയിൽ, മദറിൻ്റെ പ്ലാസൻ്റയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം എൻ്റെ കേസിൽ എൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് ഒളിഗോഹൈഡ്രാമിനേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെലിവറിക്കകത്ത് ഞാനത് കോറിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും ഇൻസിഡൻസ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം എൻ്റെ കേസിൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കകത്തും ബേബിക്ക് വെയിറ്റ് കുറവായിരുന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ് ഡെലിവറിയിലാണ് അത് റൂൾ ഔട്ട് ചെയ്തത്. കാരണം നമുക്ക് 7 months വരെ ബേബിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു കുഞ്ഞിൻ്റെ ജസ്റ്റേഷണൽ ഏജിനെക്കാട്ടിയും വളർച്ച കുറവാണെന്ന്. അപ്പം നമുക്ക് എന്താണ് റീസൺ എന്ന് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ആ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് പറഞ്ഞു കുട്ടിയുടെ അമ്മയുടെ പ്ലാസൻ്റ, അതായത് എൻ്റെ പ്ലാസൻ്റയുടെ കുഴപ്പമാണ്, പ്ലാസൻ്റ വീക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കിട്ടുന്ന ന്യൂട്രിയൻസും അമിനിയോട്ടിക് ഫ്ലൂയിഡും എല്ലാം വളരെ കുറവായിരുന്നു. എൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിൽ AFA ഒക്കെ നോക്കിയപ്പോൾ വളരെ കുറവായിരുന്നു. അപ്പം നമ്മുടെ പ്ലാസൻ്റയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഡിക്രീസ് ആവാനായിട്ടും അതുവഴി അത് ബേബിയുടെ ഗ്രോത്തിനെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റിനെ കാട്ടിയും നമുക്ക് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിനെ കാട്ടിയും 2 weeks പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഇതിൻ്റെ അളവ് കുറയും. അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നീട് ഒരു 36 weeks വരെ മാത്രമേ അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ. 36 weeks കഴിഞ്ഞിട്ട് അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഡിക്രീസ് ആവാറാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പം എക്സ്പെക്റ്റഡ് ഡേറ്റ് ഇപ്പം നമ്മൾ 40 months പ്രഗ്നൻസി പറഞ്ഞാലും 40 monthsലോട്ട് ആരും പോകാറില്ല. 36 weeks ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഡെലിവറി സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങി ഡെലിവറി ആവാറുണ്ട്. അപ്പം ഈ പറഞ്ഞ 36 weeks കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോഴത്തേക്ക് അമിനിയോട്ടിക് ഫ്ലൂയിഡിൽ കുറവ് വരും. ഇത് ബേബിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റും എല്ലാം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ അമ്മയിൽ ഹൈപ്പർ ടെൻഷനോ പ്രീ എക്ലാംസിയോ ഉണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ നമ്മുടെ ഡെലിവറി സ്റ്റേജിൽ വരുന്ന ഹൈപ്പർ ടെൻഷന് പറയുന്ന പേരാണ് പ്രീ എക്ലാംസിയ. വിത്ത് അവരുടെ യൂറിനിൽ പ്രോട്ടീൻ്റെ അളവും കാണും. ഈ ഒരു കണ്ടീഷനെയാണ് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്ലഡ് പ്രഷറും ആയിരിക്കും, അതുപോലെ മദറിൻ്റെ യൂറിനിൽ പ്രോട്ടീൻ്റെ അളവും കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള അമ്മമാർക്കും ഒളിഗോഹൈഡ്രാമിനോസ് 7 months ശേഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റിക് ഹിസ്റ്ററി ഉള്ളവർക്ക്, ഡെലിവറി സമയത്തിനോ അല്ലെങ്കിൽ അതിന് മുൻപോ ഡയബറ്റീസ് ഉള്ള മദേഴ്സിനും ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡീഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് ചെല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവി സണ്ണിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹൈപ്പറെമെസിസ് ഗ്രാവിഡറം, ഫുൾ പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ഉള്ള മദേഴ്സിന്, ഇവരിലൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനും അതുവഴി ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മദറിൻ്റെ ന്യൂട്രിയൻസ് ആണ് ഒബ്വിയസ്ലി കുട്ടിക്ക് അമിനിയോട്ടിക് ഫ്ലൂയിഡിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട്, അതിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കാനായിട്ട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം, ഒരു അമ്മയുടെ മുമ്പിൽ ട്വിൻസ് ആണ്, അവർക്ക് രണ്ടുപേർക്കും ഒരു പ്ലാസൻ്റെയാണ് ന്യൂട്രീഷൻ കൊടുക്കുന്നതെങ്കിലും ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഇൻഡെക്സിൽ കുറവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കോസസ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പേഷ്യൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയിൽ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവും. അപ്പം ഫ്ലൂയിഡ് ലീക്കേജ് വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എമർജൻസി സിസേറിയനായിട്ട് ഉടനെ പറഞ്ഞു വിടാറാണ്. കാരണം ബേബിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലാത്ത. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസ് മെഷേഴ്സ് സ്മോൾ. അപ്പം ഒരു 6 മാസം അല്ലെങ്കിൽ
7 മാസത്തിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒളിഗോ ഹൈഡ്രാമിനീസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 7 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു അമ്മയുടെ വയറ് നോക്കുമ്പോഴത്തേക്ക് സാധാരണ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളിൽ അത്രയും വയറില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർക്ക് ഇത്രയും വയറില്ല, ഇവർ കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെന്ന് പറയില്ല. ഈ ഒരു കാര്യം ഓക്കെ, നമ്മുടെ യൂട്രസ് നോർമലി ഉള്ളവരുടെ അത്രയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ആയിരിക്കും. പിന്നെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ബേബിക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യുന്നൊരു ഫ്ലൂയിഡാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ തന്നെ കുഞ്ഞിൽ അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ബേബിയുടെ മൂവ്മെൻറ്റ് അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അമ്മയ്ക്ക് പ്രഗ്നൻസി സമയത്ത് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. ഓക്കെ, ഒരു 10 to 12 kgs ആണ് അമ്മയ്ക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു 3.5 കിലോ അല്ലെങ്കിൽ 4 കിലോ ബേബി ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെയും പ്ലാസൻ്റയുടെ ഒക്കെ വെയിറ്റ് ആണ്. അപ്പോൾ ഇതിന് ഇൻക്രീസ് ഇല്ല, കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അമ്മയ്ക്ക് വെയിറ്റ് കൂടില്ല, നമുക്ക് വെയിറ്റ് ഗെയിൻ കാണിക്കില്ല. പിന്നെ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ഒളിഗോ ഹൈഡ്രാമിനീസ് ഉള്ള സ്ത്രീകളിൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒളിഗോ ഹൈഡ്രാമിനീസിന് നമുക്ക് എന്ത് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അൾട്രാസൗണ്ട്. പ്രോപ്പറായിട്ടുള്ള അൾട്രാസൗണ്ട്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 7 months കഴിയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു വുമൻ്റെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും AFI എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ അവിടെ എഴുതിയിരിക്കുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നല്ല സ്കാനിങ് സെൻറ്ററിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അത് കുറവാണോ കൂടുതലാണോ എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പം നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും, ഈ AFI നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. പിന്നെ ബേബിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുമ്പോഴത്തേക്കും നമുക്ക് ചില ഡോക്ടേഴ്സ് മീൻസ് നല്ല ഗൈനക്കോളജിസ്റ്റ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹാർട്ട് റേറ്റും അല്ലെങ്കിൽ ബേബിയുടെ ഗ്രോത്തും ജസ്റ്റേഷൻ ഏജും ഒക്കെ വെച്ചിട്ട് AFI നോക്കിയിട്ട് പറയും ഇത് ഒളിഗോ ആണെന്ന് പറയും. അതുപോലെ ഇതിൻ്റെ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, പക്ഷെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് സസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഗൈനക്കോളജിസ്റ്റ് ഏർലി ഓൺസെറ്റ് ഓഫ് ലേബർ ആണ് പ്രിഫർ ചെയ്യുന്നത്. എമർജൻസി ആയിട്ടുള്ള ലേബർ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ CS ചെയ്യാനായിട്ടൊക്കെ പ്രിഫർ ചെയ്യും. കാരണം അത് വെച്ചുകൊണ്ടിരിക്കും തോറും ബേബിക്ക് അതുപോലെ തന്നെ അമ്മയ്ക്കും അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ പ്രീവിയസ് ഒളിഗോ ഹൈഡ്രാമിനീസിൻ്റെ ഹിസ്റ്ററി ഉള്ള മീൻസ് മദേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ ആൻറ്റിനേറ്റൽ വിസിറ്റ്സും അതുപോലെ അൾട്രാസൗണ്ട്സും എക്സ്ട്രാ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒളിഗോ ഹൈഡ്രാമിനീസ് ഉണ്ടാവുന്നത് കൊണ്ട് ഇതുവരെ നമുക്കങ്ങനെ സീരിയസ് ഫേറ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരുവിധം ഒരു 7 months 8 months ലാസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ ഇത് അവർ റൂൾ ഔട്ട് ചെയ്തിട്ട് എമർജൻസി ലേബർ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എമർജൻസി സിസേറിയനോട്ടൊക്കെ ഡോക്ടേഴ്സ് വിടാറുണ്ട്. നമ്മളങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലോട്ട് അങ്ങനെ പോകാറില്ല. പക്ഷേ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ബുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 months നോർമലി പറഞ്ഞു 7 monthsന് ശേഷമാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ 6 monthsന് മുൻപിട്ട് തന്നെ അത്രയും ലോ ആണ് അവരുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് യൂട്രസിൽ വികസിക്കാനായിട്ടോ അല്ലെങ്കിൽ വളരാനായിട്ടോ അവരുടെ ജസ്റ്റേഷൻ ഏജിനനുസരിച്ച് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബേബിയിൽ ഡീഫോമിറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രീടേം ബർത്ത്, അതായത് ആ ഒരു ടൈമിൽ ആ ഒരു 6 monthsനിടയ്ക്ക് തന്നെ പ്രീടേം ഡെലിവറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മിസ്കാരേജ് അബോർഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റിൽ ബർത്ത്, അതായത് ഫീറ്റസ് ജനിക്കുമ്പോൾ തന്നെ ഡെഡ് ആയിട്ടുണ്ടാവും, അപ്പോൾ സ്റ്റിൽ ബർത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വാട്ടർ ബ്രേക്കായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്കായിട്ട് ഫീറ്റസിന് ഇൻഫെക്ഷൻ, നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഫീറ്റസിന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്കായിട്ട് ബേബിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി ഈ പറയുന്ന കണക്ക് 7 monthsന് ശേഷമാണ് റൂൾ ഔട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവാനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് അംബ്ലിക്കൽ കോഡ് കംപ്രഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫീറ്റസിൻ്റെ ഗ്രോത്ത് ജസ്റ്റേഷൻ ഏജിനനുസരിച്ചുള്ള വളർച്ച കുഞ്ഞിനുണ്ടാവില്ല, വെയിറ്റ് കാണില്ല കുഞ്ഞിന്. പിന്നെ കുഞ്ഞിൻ്റെ ലങ്സ് ഡെവലപ്മെൻറ്റ്, ഡൈജസ്റ്റീവ് ഡെവലപ്മെൻറ്റിനും റെസ്പിറേറ്ററി ഡെവലപ്മെൻറ്റിനും എല്ലാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആവശ്യമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സ് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന് റെസ്പിറേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവായിരിക്കുന്ന ബേബീസ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ സർഫക്റ്റൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ സർഫക്റ്റൻറ്റിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും കുഞ്ഞിന് ന്യൂമോണിയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുഞ്ഞിന് ഈ ഇൻഫെക്ഷൻസ് നമ്മൾ സസ്പെക്ട് ചെയ്യാറുണ്ട്. പിന്നെ എമർജൻസി ഡെലിവറി നടത്താനായിട്ട് അല്ലെങ്കിൽ സിസേറിയൻ സെഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇൻഫെക്ഷൻ, വാട്ടർ ബ്രേക്കായിട്ട് ഇൻഫെക്ഷനും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ
വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒളിഗോ ഹൈഡ്രാമിനോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ കണ്ടു, കോസസ് കണ്ടു, സയൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, പ്രിവെൻഷൻ, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കുവാണെങ്കിൽ 5 മാർക്ക് കിട്ടാനായിട്ട് ഇത് മാത്രം ഇലാബറേറ്റ് ചെയ്താൽ മാത്രം മതി, സുഖമായിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ മിനിമം 4 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 4 മാർക്ക് 8 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഒരു സൈഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 പോയിന്റ് അതിനെക്കുറിച്ച് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പോളിഹൈഡ്രാമിനോസ് എന്താണെന്ന് നോക്കാം. പോളിഹൈഡ്രാമിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് നോർമലിനെക്കാട്ടിയും കൂടുതലാവുകയാണെങ്കിൽ ആ അവസ്ഥേനെയാണ് നമ്മൾ പോളിഹൈഡ്രാമിനോസ് എന്ന് പറയുന്നത്. ഇത് നോർമലി 1% ഓഫ് വുമനിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ കാണുന്നുള്ളൂ. ഇത് ഒരു എന്താ പറയുന്നത്, സെക്കൻഡ് ഹാഫ് ഓഫ് പ്രഗ്നൻസി, സെക്കൻഡ് ട്രൈമിസ്റ്ററിലായിരിക്കും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ കോസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബിക്ക് എന്തെങ്കിലും കഞ്ചനൈറ്റൽ ആയിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി കാരണം ബേബിക്ക് സ്വോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലൂയിഡ് സ്വോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫ്ലൂയിഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പക്ഷേ കുഞ്ഞിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതൊരു കോസാണ്. പിന്നെ മദറിൽ ഡയബറ്റിസ് ഉള്ളത്, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ഉള്ള മദേഴ്സിൽ പോളിഹൈഡ്രാമിനോസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം, ഒരൊറ്റ പ്ലാസൻ്റ 2 ട്വിൻസ് യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിൽ അപ്പോഴും ഇതുപോലെ തന്നെ ബേബിയിൽ എന്തെങ്കിലും കഞ്ചനൈറ്റൽ ഡിസോർഡേഴ്സും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിഫറിങ് RH ഫാക്ടർ, അതായത് അമ്മ RH പോസിറ്റീവും ബേബി RH നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂണൽ പ്രോബ്ലംസ് കാരണം. കുഞ്ഞിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കഞ്ചനൈറ്റൽ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളപ്പോഴത്തേക്ക്, അതുപോലെ ബേബിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ, ഇതൊക്കെയാണ് പോളിഹൈഡ്രാമിനോസ് ഉണ്ടാവാനായിട്ടുള്ള കോസസ്. പോളിഹൈഡ്രാമിനോസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദറിന് മദറിന് അബ്ഡോമനിൽ ഭയങ്കര ക്രാമ്പിങ് സെൻസേഷൻ, അതുപോലെ തന്നെ അതായത് അബ്ഡോമനിൽ അവിടെ ഇവിടെയൊക്കെ പിടുത്തം പോലെ, പിന്നെ കൺട്രാക്ഷൻസ്, യൂട്രൈൻ കൺട്രാക്ഷൻസ് പോലുള്ള സെൻസേഷൻസ്, പിന്നെ വയറ് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകി എന്തോ വീർത്ത് കെട്ടിയിരിക്കുന്ന കണക്ക് ടൈറ്റ്നസ്, ഭയങ്കര ടൈറ്റ്നസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സ് മദറിനുണ്ടാകും. ഭയങ്കര ശ്വാസം മുട്ട്, മദറിന് ഭയങ്കരമായിട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവും. പിന്നെ ഹാർട്ട് ബോൺ, ഭയങ്കര നെഞ്ചരിച്ചിൽ, കാരണം യൂട്രസ് ക്രമാതീതമായിട്ട് വികസിച്ചിരിക്കുവാണ്. അപ്പം ഇത് ഡയഫ്രം ഒക്കെ മുകളിലോട്ട് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഹാർട്ട് ബേൺ ഉണ്ടാകും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, കാരണം യൂട്രസ് ഓവറായിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിലോട്ടെല്ലാം അത്രയും പ്രഷർ കൊടുക്കും. അപ്പോൾ അമ്മയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അമ്മയ്ക്ക് എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീക്വൻസി, അർജൻസി ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ബൾവൽ ഏരിയ, ലെഗ്സ്, ഫീറ്റ് ഒക്കെ നല്ല നീരുണ്ടായിരിക്കും. അമ്മയുടെ യൂട്രസ് പുറമേ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പറയാൻ പറ്റും, വലിയ പഠിത്തമൊന്നും ഇല്ലെങ്കിലും പറയാൻ പറ്റും, ഇത് കൊച്ച് 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ളെങ്കിലും കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന കണക്ക് ഇരിക്കുമെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റോ ഫീറ്റൽ മൂവ്മെൻറ്റോ ഒന്നും മദറിനും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെത്ത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൊച്ചിൻ്റെ പൊസിഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ പോളിഹൈഡ്രാമിനോസിൻ്റെ സിംറ്റംസ്. ഒളിഗോയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. പിന്നെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കണക്കിന് അൾട്രാസൗണ്ട്സ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ യൂട്രസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഫണ്ടൽ ഹൈറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതും കൂടുതലായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞു ബേബിക്ക് എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. പോളിഹൈഡ്രാമിനോസ് ഉള്ളവർക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഫീറ്റൽ എക്കോ കാർഡിയോഗ്രാം എടുത്ത് നോക്കാം. അമ്നിയോസെൻറ്റസിസ്, അതായത് ഫ്ലൂയിഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അതുകൊണ്ടാണോ ഇനി ഉണ്ടാവുന്നതെന്ന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അമ്മ ഡയബറ്റിസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പോളിഹൈഡ്രാമിനോസിൻ്റെ ചാൻസസ് റൂൾ ഔട്ട് ചെയ്യാൻ. പിന്നെ AFI, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രിവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസീവ് ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ചില ചാൻസസിൽ അവർ ഡ്രെയിൻ ഔട്ട് ചെയ്യാറുണ്ട്, ഗൈനക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏർലി ഇൻഡക്ഷൻ ഓഫ് ലേബർ, ഒരു 37 വീക്സ് ഒക്കെ ആയി വലിയ കുഴപ്പമില്ലാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏർലി ആയിട്ട് അവർ ഇൻഡക്റ്റ് ചെയ്ത് ഡെലിവറി നടത്തുന്ന, അല്ലെങ്കിൽ എമർജൻസി സിസേറിയൻ സെക്ഷൻ നടത്തുക. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ മെത്തേഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏർലി ലേബർ, നേരത്തെ പറഞ്ഞ കണക്ക് പോളിഹൈഡ്രാമിനോസ്
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഏർലി ലേബർ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എമർജൻസി സിസേറിയൻ സെഷൻസ് നടത്താറുണ്ട്. പിന്നെ ബേബി പ്രിമച്ചറായിട്ട് 37 വീക്സിന് മുന്നേ ഡെലിവറി നടത്താറുണ്ട്. ഒരു 33 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിയുടെ ഡെലിവറി എപ്പോൾ വേണമെങ്കിലും, മീൻസ് പുറത്ത് ബേബി എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്ലാസൻ്റ അബ്രപ്ഷൻ, പ്ലാസൻ്റ ഫ്ലൂയിഡ് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ പ്ലാസൻ്റ ഇരിക്കുന്ന സൈറ്റിൽ നിന്ന് വിട്ടു പോരാറുണ്ട്. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷനാണ്. പക്ഷേ യൂഷ്വലി ഇതൊക്കെ വളരെ റെയറാണ്, ഇതൊന്നും ഉണ്ടാവാറില്ല. പോളിഹൈഡ്രാമിനോസ് മീൻസ് അൺകൺട്രോളബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രിമച്ചറായിട്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യാറാണ് പതിവ്. പോസ്റ്റ്പാർട്ടം ഹെമറേജ്, ഇതൊക്കെ വളരെ സീരിയസ് കോംപ്ലിക്കേഷൻസ് ആണ്. ഇതൊന്നും അങ്ങനെ നമ്മുടെ ആകെ 1% വുമണിൽ മാത്രമേ പോളിഹൈഡ്രാമിനോസ് കാണുന്നുള്ളൂ. അപ്പം ഈ 1%ലും മീൻസ് 0.1 മാത്രമാണ് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ്, അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ് എന്താണെന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട, എങ്കിലും അറിയാത്തവർ കാണും. അതായത് ബേബി പുറത്ത് വരുന്നതിന് മുൻപേ ബേബിയുടെ പ്രസൻറ്റിങ് പാർട്ട്, ഇപ്പം മെയിനായിട്ട് നമുക്ക് തലയായിരിക്കും പുറത്ത് ആദ്യം വരുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ കോഡ് പ്രൊലാപ്സ് ആയിട്ട് നമ്മുടെ വജൈനയിൽ കൂടെ കോഡിങ് പുറത്തേക്ക് വരുന്നത്. അപ്പം കുഞ്ഞിൻ്റെ പ്രസൻറ്റിങ് പാർട്ട്, അതിപ്പോൾ തലയാണെങ്കിലും ഇപ്പോൾ ബ്രീച്ച്, വളരെ റെയർ കേസിലൊക്കെ ബ്രീച്ചൊക്കെ വരാറുണ്ട്. അപ്പം പുറത്ത് വരുന്നതിന് മുൻപേ കോഡ് പുറത്ത് വന്നിട്ട് പ്രസൻറ്റിങ് പാർട്ട് വന്നിരുന്ന് കോഡിൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തിട്ട് കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അത് ബേബിയുടെ ജീവന് തന്നെ ആപത്താണ്. അപ്പം കോഡ് പ്രൊലാപ്സ്, അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ് ഈ പോളിഹൈഡ്രാമിനോസ് ഉള്ള സ്ത്രീകളിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേബി ബ്രീച്ച് പൊസിഷനിൽ വരുന്ന, നേരത്തെ പറഞ്ഞ കണക്ക് ബേബിയുടെ ബോട്ടം ആയിരിക്കും ആദ്യം, ബട്ടക്സ് ആയിരിക്കും ആദ്യം പുറത്ത് വരുന്നത്. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാക്സിമം ശ്രമിച്ച് നോക്കും. പിന്നെ CS തന്നെ ആയിരിക്കും പോകുന്നത്. പിന്നെ സ്റ്റിൽ ബർത്ത്, ബേബിനെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല. ബേബി ജനിക്കുമ്പോൾ തന്നെ സ്റ്റില്ലായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ ടോപ്പിക്കും അല്ലെങ്കിൽ മുന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ വലിയ നല്ല കാര്യമാണ്. അപ്പം താങ്ക് യു.